ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ പ്രൊമോ വന്നതു മുതൽ എല്ലാവരും ചോദിക്കുന്ന ഒരേയൊരു ചോദ്യം, എന്താണ് ഈ അഗ്നിപരീക്ഷ? ഇത് എങ്ങനെയാണ് നടത്താൻ പോകുന്നത്? ഏഷ്യാനെറ്റ് ഇതിന്റെ ഔദ്യോഗിക നിയമങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ ഗെയിമിന്റെ മാസ്റ്റർ പ്ലാൻ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല ബിഗ് ബോസ് ഈ പരീക്ഷണം നടത്തുന്നത്. തെലുങ്ക് ബിഗ് ബോസിൽ വൻ വിജയമായ ഒരു തന്ത്രമാണ് ഇത്തവണ ലാലേട്ടനിലൂടെ മലയാളത്തിലേക്ക് വരുന്നത്. സാധാരണക്കാരെ വെച്ച് കളിക്കാൻ പോകുന്ന ആ കളി എന്താണെന്നും അതിന് പിന്നിലെ കാസ്റ്റിംഗ് സൈക്കോളജി എന്താണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായി വിശകലനം ചെയ്യാം. ബിഗ് ബോസ് തെലുങ്കിൽ സാധാരണക്കാർക്കായി കൃത്യമായി ഇതേ അഗ്നിപരീക്ഷ നടത്തിയിരുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ സീസൺ 8 വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പ്രവചിക്കാൻ പറ്റും. അവിടെ 10,000 കണക്കിന് അപേക്ഷകരിൽ നിന്ന് ആദ്യം ബിഗ് ബോസ് ടീം ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് വെറും 45 പേരെയാണ്. ഈ 45 പേരിൽ നിന്ന് പല ഘട്ടങ്ങളിലുള്ള ഇൻ ക്യാമറ ഇന്റർവ്യൂയിലൂടെ ഫൈനൽ 15 പേരെ തിരഞ്ഞെടുത്തു. എന്നിട്ട് മെയിൻ ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഈ 15 പേരെ മാത്രം വെച്ച് 15 എപ്പിസോഡുകൾ ഉള്ള ഒരു കുട്ടി റിയാലിറ്റി ഷോ ചാനൽ സംപ്രേഷണം ചെയ്തു. ഇത് തന്നെയാണ് ഇത്തവണ ഏഷ്യാനെറ്റും പ്ലാൻ ചെയ്യുന്നത്. ഈ 15 പേരെ ഒരു ചെറിയ സെറ്റിനുള്ളിൽ താമസിപ്പിച്ച് അവർക്ക് കടുത്ത ടാസ്കുകൾ നൽകും. അവരുടെ പെരുമാറ്റവും ദേഷ്യവും പരസ്പരം ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള പ്രവണതയുമെല്ലാം പ്രേക്ഷകർ ലൈവായി കാണും. ഒടുവിൽ പ്രേക്ഷകരുടെ വോട്ടിങ്ങിന്റെയും ബിഗ് ബോസ് ജഡ്ജിംഗ് പാനലിന്റെയും വിലയിരുത്തലിൽ നിന്ന് വെറും 6 പേർക്ക് മാത്രമാണ് മെയിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് നേരിട്ട് എൻട്രി കിട്ടിയത്. ഇതിന്റെ സൈക്കോളജിക്കൽ വശം എന്താണെന്ന് വെച്ചാൽ, സാധാരണക്കാരായി വരുന്നവർക്ക് മെയിൻ ഷോയിൽ ചെന്ന് പെട്ടെന്ന് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പാടാണ്. എന്നാൽ ഈ 15 എപ്പിസോഡിലൂടെ ഇവർ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടും. തെലുങ്കിൽ ഈ അഗ്നിപരീക്ഷ വഴി വന്ന കല്യാണി എന്ന സാധാരണക്കാരിയാണ് ഒടുവിൽ ആ സീസണിലെ ടൈറ്റിൽ വിന്നറായത് എന്നോർക്കണം. അതുകൊണ്ട് ഇതിനെ ചെറിയൊരു കളിയായി കാണാൻ പറ്റില്ല. അതായത് സെലിബ്രിറ്റികളെക്കാൾ വലിയ ഫാൻ ബേസുമായിട്ടായിരിക്കും ഈ 6 കോമണേഴ്സ് മെയിൻ ബിഗ് ബോസ് സീസൺ 8 ഹൗസിലേക്ക് മാസ് എൻട്രി നടത്തുക. അണിയർ പ്രവർത്തകർ ഇതിനായുള്ള അപേക്ഷകൾ വരും ദിവസങ്ങളിൽ ക്ഷണിക്കും. നിങ്ങൾ പറയൂ, തെലുങ്കിലെ പോലെ ഒരു വമ്പൻ അട്ടിമറി വിജയം ഒരു സാധാരണക്കാരിലൂടെ നമ്മൾ മലയാളം സീസൺ 8 ഉണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ബിഗ് ബോസിന്റെ ഓരോ നീക്കങ്ങൾക്ക് പിന്നിലെയും സൈക്കോളജി മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.